വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു തമ്പുരാൻ തുടങ്ങി വച്ച രക്ഷയുടെ അനുഭവം അന്നും ഇന്നും എന്നും മനുഷ്യ സമൂഹത്തിന് സംലഭ്യമാക്കി കൊടുക്കുകയാണ് സഭയുടെ ദൗത്യം. മിശിഹാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ, ഭാഗ്യങ്ങൾ പൂർണ്ണമതാം പർദീസ സദൃശമഹോ. പർദീസായുടെ മുൻ ആസ്വാദനം തൻ്റെ മക്കൾക്ക് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ അനുഭവിക്കുവാനുള്ള അവസരമാണ് അവിടുന്ന് സഭ സ്ഥാപിച്ചുകൊണ്ട് നൽകിയിരിക്കുന്നത്. താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകിക്കൊണ്ട് അവരെ അയക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുകയും. ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ സുവിശേഷം അറിയിക്കപ്പെടണം. എന്താണ് ഈ സുവിശേഷം? ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം ആരെയും അവഗണിക്കുന്നില്ല, ദൈവം എല്ലാവരെയും പരിഗണിക്കുന്നു. ഇതാണ് സുവിശേഷം. ഇത് സകല സൃഷ്ടികളോടും അറിയിക്കുക. നിരന്തരമായി നിബന്ധനയില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം, ഔദാര്യം സമസ്ത സൃഷ്ടവസ്തുക്കളിലും സംലഭ്യമാക്കി കൊടുക്കുക. മണ്ണിനെയും മരങ്ങളെയും പറവകളെയും മൃഗങ്ങളെയും മനുഷ്യരെയും ഈ സന്ദേശം അറിയിക്കുക. പ്രകൃതിയോടുള്ള നമ്മുടെ കടമ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മിഷൻ ചൈതന്യം. സമസ്ത സൃഷ്ടവസ്തുക്കളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടിച്ച അവിടുന്ന് രൂപരഹിതമായ ഒരന്തരീക്ഷത്തിൽ നിന്ന് രൂപം നൽകുകയും ഭാവം നൽകുകയും സമുദ്രവും കരയുമായി വേർതിരിക്കുകയും പ്രകാശമുണ്ടാകട്ടെ പ്രകാശമുണ്ടാക്കി പ്രശോഭിപ്പിക്കുകയും ചെയ്യുന്ന തമ്പുരാൻ. പ്രകൃതിയോട് മനുഷ്യൻ അതിൻ്റെ കാര്യസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്നും പ്രകൃതിയെ നശിപ്പിക്കുവാൻ പാടില്ല എന്നും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥനായ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥരാണെന്നും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പരിസ്ഥിതിയുടെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലൗദാത്തോ സി എന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശത്തിലൂടെ പ്രൈസ് ബി ടു ഗാഡ് ഫോർ ദ വണ്ടർഫുൾ ക്രിയേഷൻ, ഈ സമസ്ത സൃഷ്ടവസ്തുക്കളും തമ്പുരാൻ്റെ സാന്നിധ്യം പ്രഘോഷിക്കുമ്പോൾ ഈ സൃഷ്ടവസ്തുക്കളോട്, സൃഷ്ടിയുടെ കിരീടമായ മനുഷ്യനോട് നമുക്കുള്ള കടമകളെക്കുറിച്ചുള്ള ബോധ്യം
അനുഭവിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുക നമ്മുടെ മിഷൻ പ്രവർത്തനമാണ്. പ്രകൃതിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാതെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് നശിപ്പിക്കുന്ന പ്രവണതകളിൽ നിന്ന് നാമൊക്കെ മാറി നിൽക്കണമെന്ന് ഈ മിഷൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മിഷൻ നമ്മെ ഫലമേൽപ്പിച്ചത് ദൈവം തമ്പുരാനാണ്. അവിടുത്തെ സന്ദേശം എന്താണ്? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചത്. ആ ജീവൻ്റെ വിലയും നിലയും മനസ്സിലാക്കിക്കൊണ്ട് കുരിശിൽ കടന്നുകൊണ്ട് മനുഷ്യനെ നിന്നയും അപമാനവും ഏറ്റുവാങ്ങി ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത ഔന്നത്യം വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പടയാളിൽ ഒരുവൻ കുന്തം കൊണ്ട് വിലാവിൽ കുത്തി ആ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് രക്തത്താൽ ശക്തീകരിക്കപ്പെട്ട് നമ്മയൊക്കെ ഈ നിലയിൽ അവിടുന്ന് ആക്കി തീർത്തിരിക്കുന്നത് ഈ ദൗത്യം ലോകത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് സാക്ഷികളായിരിക്കുക. അതിരുകളില്ലാത്ത അതിർത്തികളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തെമ്പാടും പ്രഘോഷിക്കുക നമ്മുടെ കടമയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ട്, യാതൊരു സംശയവുമില്ല. യമൻ പോലെയുള്ള സ്ഥലത്ത് പറ്റോ മുഴുനാലിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ദികളാക്കിയതും 15ഓളം സന്യസ്തരുൾപ്പെടെ മദർ തെരേസയുടെ സഹോദരിമാരെ കൊന്നൊടുക്കിയതും ഒക്കെ നമുക്ക് വളരെ സുപരിചിതമായ കാര്യമാണ്. ഒറീസയിലെ ക്രൂരമായ കൊലപാതകങ്ങൾ, മതത്തിനോടുള്ള വിദ്വേഷം ഒക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന സാഹചര്യവും നമുക്കറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ദാരുണമായ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സാക്ഷികളായിരിക്കുക? യമനിൽ എന്തിനാണ് സിസ്റ്റേഴ്സിനെ വിട്ടിരിക്കുന്നത്? അവരെ അവിടെ നിന്നും വിടുവിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം മദർ തെരേസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലിനോട് പറഞ്ഞപ്പോൾ ആ അമ്മ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, തിരികെ പോരാം. എന്ത് മറുപടിയാണ് അവർ പറഞ്ഞത്? മദറേ, തമ്പുരാനു വേണ്ടി വീരോചിതമായി മരണം കരുവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഞങ്ങളതിൽ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ തമ്പുരാനു വേണ്ടി സമർപ്പിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീരോചിതമായി ആ സ്ഥലത്ത് നിന്ന് തുടർന്ന് പ്രവർത്തിക്കുവാനുള്ള ചങ്കൂറ്റം നമ്മുടെ സഹോദരിമാർക്കുണ്ടായത് തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ആ ജീവിത സാക്ഷ്യം നിറവേറ്റുവാൻ നമുക്കൊക്കെ കഴിയണം എന്നുള്ളതാണ് ഈ മിഷൻ ഞായർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മിഷന് വേണ്ടി പ്രവർത്തിക്കുവാൻ തമ്പുരാൻ്റെ കൈകളായി, കാലുകളായി, കണ്ണുകളായി, ഹൃദയമായി മാറുവാൻ, പ്രവർത്തിക്കുവാൻ ധാരാളം ആളുകളെ ആവശ്യമുണ്ട്. ഇനിയും യേശുവിനെ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ, രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് കഷ്ടം എന്ന് പൗലോസപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മുഴങ്ങി കേൾക്കണം. സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ മനോഹരങ്ങൾ എന്നുള്ള ആ വാക്കുകളും നമ്മുടെ ജീവിതത്തെ ഏറെ ശക്തിപ്പെടുത്തണം. പ്രിയ സഹോദരങ്ങളെ, ഈ മിഷൻ നാം ആഘോഷിക്കുമ്പോൾ നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ഫലമേൽപ്പിച്ചവൻ യേശുവാണ്. അവിടുത്തെ ദൗത്യം സ്നേഹമാണ്, ഐക്യമാണ്, സാഹോദര്യമാണ്, നീതിയാണ് എന്നുള്ള ആ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സന്ദേശം അതിരുകളില്ലാതെ, അതിർത്തികളില്ലാതെ കടുത്ത പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിറവേറ്റുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പ്രതിസന്ധികളിലൂടെയൊക്കെ സഭയും സമൂഹവും കടന്നു പോകുമ്പോൾ അത് കണ്ടുകൊണ്ട് ഭയപ്പെട്ടു നിൽക്കുവാനുള്ളവരല്ല നമ്മൾ. നാഥനും ഉൾമുടി ഏകിയ ലോകമേ, നീതരും പേരണിക്കെന്തിന്? യേശു തമ്പുരാൻ്റെ കുരിശാണ്
മുൾക്കിരീടമാണ് സമ്മാനമായി കൊടുത്തതെങ്കിൽ കുരിശിൽ തൂക്കി പിടഞ്ഞു മരിക്കുന്ന ആ സാഹചര്യമാണ് നൽകിയതെങ്കിൽ ഗുരുവിനേക്കാൾ വലിയ ശിഷ്യന്മാരില്ല. യേശു തമ്പുരാൻ തന്നെ പറയുകയുണ്ടായി, നിങ്ങളെന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നത് ശരിയാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ ഇപ്രകാരം നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും ശുശ്രൂഷ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. സർവസൃഷ്ടികളോടും ഈ സുവിശേഷം അറിയിക്കുവാൻ ബാധ്യസ്ഥരായ നാം ഇത് അറിയിക്കുന്നില്ല എങ്കിൽ എങ്ങനെ മറ്റുള്ളവർ കേൾക്കാനിടയാകും? കേൾക്കുന്നില്ലെങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അനുധാവനം ചെയ്യും? അനുധാവനം ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും? ഈ ദൗത്യങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം കടുത്ത പ്രതിസന്ധികളിലൂടെ വളർന്നു വന്നത് എന്ന് നാം കാണണം. ഒരുവൻ ക്രിസ്ത്യാനി എന്ന് വിളിച്ചാൽ കടുത്ത വില കൊടുക്കേണ്ടതായ ഒരു കാലഘട്ടം. കത്തുന്ന തിരുവിളക്കുകൾ പോലെ ജീവിതത്തെ ബന്ധത്തിൽ കൊളുത്തപ്പെട്ട സാഹചര്യം. കൊളുത്തപ്പെട്ട ശരീരത്തോടെ ദൈവത്തെ സ്തുതിച്ചവരുടെ മിഷൻ ചൈതന്യം. കത്തുന്ന തെരുവിളക്കൾ പോലെ കത്തിയെരിയുമ്പോൾ ദൈവത്തെ സ്തുതിച്ചവരുടെ ചരിത്രം. ചുട്ടുപഴുത്ത തകിടിൽ കിടത്ത് ജീവനോടെ വറുത്തെടുത്തപ്പോൾ ഒരു ഭാഗം വെന്തു കഴിഞ്ഞു, മറുഭാഗത്തേക്ക് മറിച്ചിടാമെന്ന് പ്രഘോഷിച്ചവരുടെ ചരിത്രം. തിളയ്ക്കുന്ന എണ്ണയിലിട്ട് ജീവനോടെ വെന്തെടുത്തപ്പോൾ വെന്ത ശരീരത്തോടെ എണ്ണയിൽ കിടന്നുകൊണ്ട് സ്തുതിച്ചവരുടെ ചരിത്രം. കൂർത്തമൂർത്ത ആണികളുടെ മേൽ കിടത്തി കടുത്ത ഭാരം കയറ്റി വയ്ക്കുമ്പോൾ ശരീരം ആണികളോട് അമർന്ന് രക്തം ധാരധാരയായി ഒഴുകി റോമാനഗരത്തിൻ്റെ തെരുവീഥികൾ രക്തപ്പുഴകളായിട്ട് മാറിയപ്പോൾ ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പ്രഘോഷിച്ചവരുടെ ചരിത്രം നാം അവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കടുത്ത പീഡനങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ മിലാൻ വിളംബരത്തോടുകൂടി ത്രൂ ദി എഡിക്റ്റ് ഓഫ് മിലാൻ 313 ക്രൈസ്തവ സമൂഹത്തിന് ആരാധന സ്വാതന്ത്ര്യം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നൽകിയെങ്കിൽ പിന്നീട് അതിനെ നശിപ്പിക്കുവാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയവരുടെ പശ്ചാത്തലത്തിൽ ധീരതയോടെ പ്രഘോഷിച്ച ചരിത്രത്തിൽ വിശ്വാസികളുടെ എണ്ണത്തിൻ്റെ വർധന നാം കാണുന്നുണ്ട്. വിശ്വസിച്ചവരായ ജനക്കൂട്ടത്തിന് ഏക മനസ്സും ഏക അഭിപ്രായവുമായിരുന്നു. അവരെല്ലാവരും വലിയവനെന്നോ ചെറിയവനെന്നോ വിളിക്കപ്പെട്ടിരുന്നില്ല. ഉള്ളതെല്ലാം പൊതുവകയായിരുന്നു. അപ്പോസ്തലന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആവശ്യാനുസരണം അത് കൈകാര്യം ചെയ്തിരുന്നു. കാർൽ മാർക്സും എംഗൽസും ഒക്കെ വിഭാവനം ചെയ്യുന്ന സോഷ്യലിസത്തെക്കാൾ എത്രയോ റാഡിക്കൽ സോഷ്യലിസമാണ് ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിൽ നിലകൊണ്ടത്. അതിശക്തമായ ഒരു വളർച്ച ക്രൈസ്തവ സമൂഹത്തിന് അവിടെ കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് ഓഫ് ഫെയ്ത്ത് ഈസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന്, പരിപോഷിപ്പിക്കുന്നതിന്, പകർന്നു കൊടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് അടിച്ചമർത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെതുമായ ഒരനുഭവങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. സോഷ്യലിസ്റ്റിക്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് ഇന്ത്യയുടെ ഭരണഘടനയെ ഏറെ ശ്ലാഘിക്കുമ്പോൾ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും ഒക്കെ ഉന്നതമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഏതൊരു പൗരനും അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ അവകാശമുണ്ട് എന്ന് ഉള്ള സത്യം വിസ്മരിക്കുവാനാവില്ല. അതുകൊണ്ട് ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നാം പ്രവർത്തിക്കുമ്പോൾ എൻ്റെ നിമിത്തം മനുഷ്യർ നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങൾക്ക് വിരോധമായി സകല ദുഷ്കാര്യങ്ങളെയും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് അഷ്ടസൗഭാഗ്യത്തിൽ യേശു തമ്പുരാൻ അരുളി ചെയ്ത വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ ലഭിക്കുന്ന അവസരമായി നാം അതിനെ കാണണം. ഗുരുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ കഴിയുന്ന ഒരനുഭവം. മഹിമപ്രതാപത്തോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസമാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആധാരം.
അവിടെയാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്തു, യേശുക്രിസ്തു വീണ്ടും വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെയുള്ള ആ ഒരു വിശ്വാസം ആണ് നമ്മൾ ആദ്യ നൂറ്റാണ്ട് മുതൽ പ്രഘോഷിച്ചു വരുന്നത് എങ്കിൽ ഈ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതിന് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാവരോടും ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കരുണയോടും കൂടെ നിറവേറ്റുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ആരെയാണ് ഞാൻ ഇതിനെ അയക്കുക? ദൈവം ചോദിച്ച ഒരു ചോദ്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആരെയാണ് ഞാൻ അയക്കുക? ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്ന യെശയ്യായെ പോലെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ആരെ അയക്കും എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുവാൻ വൈദികർക്കും സന്യസ്തർക്കും വൈദ്യമേലധ്യക്ഷന്മാർക്കും മാത്രമല്ല, ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിക്കും ഈ കടമയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹം തന്നെയാണ് ദൈവം ഈ സമസ്ത പ്രപഞ്ചത്തിലും നിലനിർത്തുന്നത്. ഈ സ്നേഹമാണെന്ന് ഈ സന്ദേശം ലോകത്തെത്തിക്കുവാൻ നമുക്ക് കഴിയണം. സുവിശേഷത്തിൻ്റെ നല്ല വാർത്ത, കരുണയുടെ സുവിശേഷം എല്ലാവരെയും അറിയിക്കുവാൻ, ധീരതയോടെ പ്രഘോഷിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ദൈവപിതാവിനാൽ ക്രിസ്തു അയക്കപ്പെട്ടതുപോലെ ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടിരിക്കുകയാണ്. വർഗ, വർണ്ണ, രാഷ്ട്രീയ, ലിംഗ പരിമിതികൾക്കപ്പുറമായി സുവിശേഷ വെളിച്ചം സമസ്ത ജനങ്ങളോടും അറിയിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. സുവിശേഷ പ്രഘോഷണം സഭയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ കൽപ്പനയാണ്. ഇത് നിറവേറ്റുവാനാണ് അവിടുന്ന് വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രഘോഷണത്താലും സാക്ഷ്യത്താലും ജീവിതത്തെയും ആദിമ ക്രൈസ്തവ സമൂഹം അറിയപ്പെട്ടതുപോലെ ഇന്നത്തെ സമൂഹം അറിയപ്പെടുവാൻ ഇടയാകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾക്കുണ്ടായിരുന്ന മിഷണറി ചൈതന്യം നമുക്കും വീണ്ടെടുക്കണം. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ രണ്ടാമത്തെ വരവ് വരെയാണ് മിഷണറി പ്രവർത്തനം നാം തുടരേണ്ടത്. ക്രിസ്തുവിനെ ജീവിത സാന്നിധ്യം കൊണ്ട് സുഖപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത മനുഷ്യവംശത്തിൻ്റെ പ്രശ്നങ്ങളും അഭിലാഷങ്ങളും പ്രത്യാശകളും ഓരോ മിഷണറിയും കണ്ടെത്തണം. ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സന്ദേശം എന്നും പുതുമ നിറഞ്ഞതും ഊർജ്ജദായകവും കാലിക പ്രസക്തവുമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം ജീവിക്കുന്നതിൻ്റെ സന്തോഷം എല്ലാവർക്കും അനുഭവവേദ്യമാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ദ ജോയ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ സന്തോഷം, അത് പ്രഘോഷിക്കുന്നവർക്ക്, അത് സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ സന്തോഷം എത്ര വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കേന്ദ്രം എന്നും ഒന്ന് തന്നെയാണ്. ലോകരക്ഷയ്ക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തു വീണ്ടും വരും. ലോകാവസാനം വരെ ആ സുവിശേഷം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. ലോകാവസാനത്തോളം എല്ലാ നാളുകളിലും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഈ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഓരോ ക്രൈസ്തവനും ബാധ്യതയുണ്ട്. അത് നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ ക്രൈസ്തവൻ എന്ന പേരിന് അർഹനല്ല എന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ അറിയാത്തവർ ഇന്നും ഏറെ ഉള്ളതിനാൽ പ്രേക്ഷിത വേല അടിയന്തര സ്വഭാവമുള്ള ഒന്നാണ്. സഭ പ്രകൃത്യാ പ്രേക്ഷിതയാണ്. ഇത് പ്രഘോഷിക്കുകയാണ് സഭയുടെ ദൗത്യം. ഈ ദൗത്യത്തിൽ പങ്കുചേരുവാൻ കടപ്പെട്ടവരാണ് നാം ഏവരും. ലോക മിഷൻ ദിനം കൃപാവരത്തിൻ്റെ ആഘോഷമാണ്, സന്തോഷത്തിൻ്റെ ആഘോഷമാണ്, ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ ഉറവിടം
പിതാവായ ദൈവമാണ്. പുത്രനാണ് ദൈവമാണ് അതിൻ്റെ ആവിഷ്കരണം. പരിശുദ്ധാത്മാവായ ദൈവമാണ് അതിൻ്റെ ദായകൻ. യേശുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ഹൃദയത്തിലും ജീവിതത്തിലും സുവിശേഷത്തിൻ്റെ സന്തോഷം നിറഞ്ഞു നിൽക്കണം. യേശുവിനെ അനുഗമിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാൻ യേശുവിനാൽ അയക്കപ്പെടുവാനുമുള്ള വിളി ശിഷ്യന്മാർ സ്വീകരിച്ച് സന്തോഷം നിറഞ്ഞവരായി മാറുകയാണ്. യേശു കൊണ്ടുവന്ന രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഉപഭോഗ സംസ്കാരം നിറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ കാണുന്ന തടസ്സങ്ങളിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ ദുരാഗ്രഹം നിറഞ്ഞ ഹൃദയം, എത്രയേറെ ആർജിച്ചിട്ടും മതി വരാതെ, എത്രയേറെ ഉണ്ടാക്കിയിട്ടും മതി വരാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനോഭാവം, അനുകമ്പയില്ലാത്ത മനസാക്ഷി, മറ്റുള്ളവരോട് അനുകമ്പയായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. എനിക്കുള്ളത് എൻ്റേതാണ്, നിനക്കുള്ളതും എൻ്റേതാണ്, എനിക്കില്ലാത്തതും നിൻ്റേതാണ്, നിനക്കുള്ളതും എൻ്റേതാണ്. അങ്ങനെ എല്ലാം എൻ്റേതാക്കി മാറ്റുന്ന മനസാക്ഷിയില്ലാത്ത ഒരു ജീവിതം മിഷൻ പ്രവർത്തനത്തിന് ഏറെ തടസ്സമാണ്. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നാം ആരും ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴൊന്നും കൊണ്ടുപോകാനാവില്ല. ഉള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും സമാധാനവുമാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കിയവർക്കുള്ള സന്തോഷം. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിൽ നിന്നും ദരിദ്രനുമായുള്ള പങ്കുവയ്ക്കുന്നതിനുമാണ് സുവിശേഷം ഉണ്ടാകേണ്ടത്. വിനീതവും സന്തോഷപൂർണവുമായ സുവിശേഷവൽക്കരണത്തിൻ്റെ മാതൃക പരിശുദ്ധ അമ്മയാണ്. ഈ സുവിശേഷം സ്നേഹത്തോടുകൂടി അറിയിക്കുവാൻ അമ്മ നടത്തിയ പരിശ്രമങ്ങൾ ഓരോന്നും കാണുമ്പോൾ സുവിശേഷ പ്രഘോഷണം ക്രിസ്തു ശിഷ്യരായിരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിനും നമ്മെ തന്നെ സമർപ്പിക്കുവാനും അവിടുത്തെ സ്നേഹം ജീവിക്കുവാനും അവിടുത്തെ അനന്ത കാരുണ്യത്തോട് നന്ദി കാണിക്കുവാനും ആവശ്യമായ തുറവി നമുക്ക് ഉണ്ടാകണം. സഭയുടെ മുഴുവൻ ജീവിതത്തെയും സജീവ പ്രവർത്തന നിരതരമാക്കുന്ന സുസ്ഥിരമായ സമർപ്പണ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ മിഷനറി പ്രവർത്തനം. മിഷൻ പ്രവർത്തനം സദാ സമൂഹത്തിൻ്റെ പക്വതയുടെ വ്യക്തമായ അടയാളമാണെന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കർത്താവിൻ്റെ വചനം 95 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 95ാമത്തെ പാരഗ്രാഫിൽ ഓരോ സമൂഹവും വിശ്വാസം ഏറ്റുപറയുകയും ആരാധനക്രമത്തിൽ അത് സന്തോഷത്തോടെ ആഘോഷിക്കുകയും പരസ്നേഹത്തോടെ ജീവിക്കുകയും വേണം. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കടമയാണ് പ്രേക്ഷിത വേല. ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് സാക്ഷികളായിരിക്കുക എന്നള്ളിച്ചത് യേശുവിൻ്റെ സാക്ഷ്യം നമ്മിലൂടെ നിറവേറ്റപ്പെടണം. സുവിശേഷവൽക്കരണം ഒറ്റപ്പെട്ട വ്യക്തിപരമായ സ്വകാര്യമായ പ്രവൃത്തിയല്ല, അതെപ്പോഴും സഭാപരമാണ്. സഭയെ കൂടാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഒരുവനും കഴിയുകയില്ല. കർത്താവ് തന്നോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയുൾപ്പോകട്ടെ, താൻ അതിൽ മേവിടുന്നു. അപ്പോൾ തമ്പുരാൻ വസിക്കുന്നത് ഇന്ന് സഭയിലൂടെയാണ്. പരിശുദ്ധാത്മാവിനാൽ സജീവമാക്കപ്പെട്ട ഒറ്റ ശരീരത്തിലെ അംഗമാണെന്ന് ഓരോ മിഷനറിയും ബോധമുള്ളവനായിരിക്കണം. നമ്മുടെ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് അവരുടെ വഴിയിൽ പ്രകാശം വീശുന്ന സുരക്ഷിതമായ ഒരു വഴിവിളക്കായിട്ട് നാം മാറണം. സഭയുടെ മിഷനറി ചൈതന്യം മതം മാറ്റത്തെ സംബന്ധിക്കുന്ന ഒന്നല്ല. അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. മിഷൻ പ്രവർത്തനം നമ്മുടെ കടമയാണ്, എന്നാൽ അത് മതം മാറ്റുവാൻ വേണ്ടിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ തോമസ് ലീഗയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ ക്രൈസ്തവ സമൂഹത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവരുടെ എണ്ണമെടുത്ത് നോക്കുക. ഇത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന നാം മതം മാറ്റത്തിന് വേണ്ടി പരിശ്രമിച്ചിരുന്നവരായിരുന്നുവെങ്കിൽ ഉള്ള വ്യത്യാസം എന്താകുമായിരുന്നു? ഒരിക്കലും സഭയുടെ ദൗത്യം അതല്ല. ഓരോരുത്തരെയും ഒരു നല്ല ക്രിസ്ത്യാനിയാക്കി മാറ്റുക, ഒരു നല്ല ഹൈന്ദവനാക്കി മാറ്റുക, ഒരു നല്ല മുസ്ലിമാക്കി മാറ്റുക, അവൻ്റെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാക്കി
ദൈവത്തോടും മനുഷ്യരോടും മനസ്സാക്ഷിയോടും ഈ പ്രപഞ്ചത്തോടുമുള്ള ഐക്യത്തിൽ ജീവിക്കുവാൻ അവനെ സഹായിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ഈ സദ്വാർത്ത ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മ നിറവിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവിടത്തേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ ഈ മിഷൻ ഞായർ ആഘോഷിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കിടയാകട്ടെ. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളാൽ കഴിയുന്ന എല്ലാ സാമ്പത്തിക സഹായം ഉൾപ്പെടെ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. പീഡിപ്പിക്കപ്പെടുന്ന സഭയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി നമ്മുടെ നല്ല പ്രവൃത്തികളാൽ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ.